ആദ്യം തന്നെ ഞാൻ 2 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം. അവർക്ക് ഈ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിന് നല്ല മധുരം ആയതുകൊണ്ട് കുട്ടികൾ കഴിച്ചോളും. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ മോൾക്ക് ഈ ഒരു പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. ഇതിലധികം ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ചേർത്തത് ഗീ ആണ്. ഇനി കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ കുറച്ചുകൂടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇത്രേ ഇടാറുള്ളൂ. പിന്നെ ഇത് ഇടിയപ്പ പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഗോതമ്പാണ് ഉള്ളതെങ്കിൽ അത് മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏലക്ക ഉണ്ടല്ലോ, ഒരു 3-4 ഏലക്ക നന്നായി ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. പിന്നെ ഒത്തിരി അങ്ങ് ലൂസായി പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ ശർക്കരയൊക്കെ ഒഴിക്കുമ്പോൾ ലൂസായി പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മാവ് ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. അത് ഇതേപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മോൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ഒരു 4 മണി സമയത്ത് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലിഷ്ടം. വേണമെങ്കിൽ ഇത് എണ്ണയിലിട്ട് നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കത്തില്ല, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാനിങ്ങനെ ആവിയിലാണ് സാധാരണ ഇത് ഉണ്ടാക്കാറുള്ളത്. ആവിയിലുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി. അങ്ങനെ നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോവാണ്. കോഫി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് നെസ്കഫേ ചേർക്കും. പിന്നെ നന്നായി തിളച്ച വെള്ളം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ കോഫി റെഡിയായി. ഷുഗറൊന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ കഴിച്ചിട്ട് വന്നാലോ. ഓക്കെ, ബൈ ബൈ.